പ്രിയമുള്ളവരെ, ഇന്ന് എന്നെക്കുറിച്ച് തന്നെ അങ്ങ് പറയാമെന്ന് വെച്ചു. അപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാര്യം പ്രത്യേകിച്ച് സബ്ജക്റ്റൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം പുതിയ സബ്ജക്റ്റ് തേടി പോകാനും ഒന്നും സമയമുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം തോന്നിയപ്പോഴത്തേക്ക് പറയാമെന്ന് വെച്ചാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ തലമുടി നരച്ചിരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ നരച്ചിരിക്കുന്നത്. പലരും എന്നെ ഉപദേശിക്കാറുണ്ട്, അത് ഇത് കറുപ്പിക്കാൻ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കങ്ങനൊന്നും ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാര്യം നമുക്കിപ്പോൾ മാർക്കറ്റിലാണെങ്കിലും പലതരത്തിലുള്ള പൊടികൾ ലഭ്യമാണ്, ക്രീമുകൾ ലഭ്യമാണ്. ഇതൊന്നും തന്നെ അമൃത് കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് ചേരുവകൾ എന്ന് പറയുന്നത് തമ്പുരാന് മാത്രം അറിയാം. പിന്നെ എന്താ പറയണ്ടേ, നാച്ചുറൽ റെമഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് അരച്ച് തേക്കുന്ന വിധികളൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനോടും എനിക്ക് താല്പര്യമില്ല. ഇതൊന്നും തന്നെ എത്രത്തോളം ഹെൽത്തിയാണ്, നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുള്ളതല്ല. അപ്പം എനിക്കിപ്പോൾ എൻ്റെ മുടി നരച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മുടി നരയ്ക്കുന്ന കൂടാണ്ട് തന്നെ മുടി പൊഴിയുന്നുണ്ട്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം പ്രായം കയറുമ്പോൾ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപൂർവം ചിലർക്ക് മാത്രമേ നല്ല ഹെൽത്തി ഹെയർ എപ്പോഴും കാണുകയുള്ളൂ. അത് വളരെ റെയറായിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ. അപ്പം ഇതൊരു നോർമലായിട്ടുള്ള അവസ്ഥയാണ്. ഇതിലൊരു അസ്വാഭാവികതയും ഇല്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പം എന്നെപ്പോലെ തന്നെ ഇതുപോലെ മുടി നരച്ചവരും മുടി പൊഴിയുന്നവരും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെയും കൂടിയുള്ള ഒരു ധൈര്യം പകരാനായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ മുടി പൊഴിയുന്നു അല്ല മുടി നരയ്ക്കുന്നു എന്ന് കരുതിയിട്ട് ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തിന് കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആരും ഒരേ അവസ്ഥയിൽ എപ്പോഴും ഇരിക്കുകയില്ല. മാറ്റങ്ങൾ വരും, അത് അംഗീകരിക്കുക. ഓക്കെ, അത്രയും ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ അത് വിഷമിച്ച് അയ്യോ എനിക്ക് പ്രായമാകും എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയെ അംഗീകരിക്കുക. ഏതവസ്ഥയാണല്ലോ അത് അംഗീകരിക്കുക. അത്രയും ഉള്ളൂ.